ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവത വാഹിനി അധ്യായം 39. സർവജ്ഞൻ ശിഷ്യന്റെ രൂപത്തിൽ. പരീക്ഷിത് പറഞ്ഞു, ഉണ്ണികൃഷ്ണന്റെ ബാലലീലകൾ എത്ര കേട്ടാലും എനിക്ക് മതിവരില്ല. ഒരാൾക്ക് ആശിക്കാവുന്ന എല്ലാം ഉണ്ണിക്കണ്ണൻ ഉണ്ടായിട്ടും അവൻ ഒരു സാമാന്യ ബാലനെ പോലെ ജീവിതം നയിച്ചുവല്ലോ. അഹോ, എൻ്റെ ഒരു ഭാഗ്യാതിരേകം. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്കതിന് സാധ്യമായത് ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൊണ്ടൊന്നുമല്ല എന്ന് തോന്നുന്നു. ശേഷശായിയുടെ അത്ഭുത കൃത്യങ്ങളെ കേട്ടുകൊണ്ട് എൻ്റെ ശേഷിച്ച ആയുസിൻ്റെ അല്പദിനങ്ങൾ കഴിച്ചുകൂട്ടുവാൻ സാധിച്ചുവല്ലോ. ആ മുനിയുടെ ശാപം മൂലം ലഭിച്ച സഹായമാണിത്. ആ പാപത്തിൻ്റെ ദുഷ്ഫലത്തെ ഈ പുണ്യശ്രവണം കഴുകിക്കളഞ്ഞല്ലോ. ഈ അവസരം എനിക്ക് ലഭ്യമാക്കിയതിന് ഞാൻ ആ മുനിയുടെ കോപത്തെ 1000 തവണ പ്രണമിക്കുന്നു. അന്ത്യദിനം അടുക്കും തോറും എൻ്റെ അഭിലാഷം ഇതൊന്നു മാത്രമാണ്: കൃഷ്ണൻ്റെ ദിവ്യലീലകളുടെ മാധുര്യം ആസ്വദിക്കണം. അതെന്നെ ഉന്മത്തനാക്കുന്നു. അത്തരം തൃഷ്ണ കൊണ്ട് എരിപൊരി കൊള്ളുന്ന എനിക്ക് ശീതള സാന്ത്വനമരുളുന്ന ആ മധുരപാനീയം തന്നാലും. ശുഖമഹർഷിക്ക് വലിയ കാരുണ്യം തോന്നി. ഗോപാലൻ്റെ ഗണനാതീതമായ ദിവ്യലീലകൾ ഇനി ഏതാണ് കേൾക്കേണ്ടത് എന്ന് മുനി പരീക്ഷിത്തിനോട് അന്വേഷിച്ചു. അനന്തമായ അവ സഹസ്രാബ്ദങ്ങൾ തുടർന്നു പറഞ്ഞാലും അവസാനിക്കുന്നതല്ല. ബാക്കി പിന്നെയും ഉണ്ടാകും. ചുരുക്കം ചില മണിക്കൂറുകളിലെ കഥനത്തിൽ സംഗ്രഹിച്ചു പറയുവാൻ എത്ര പ്രാവീണ്യമുള്ളവനും സാധിക്കുകയില്ല. ഇത് കേട്ട് പരീക്ഷിത്തു പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണനും സഹോദരൻ ബലരാമനും സഹാക്കളും സന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ വിശിഷ്ടകാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സകലകലാവല്ലഭനായ ഒരു അവതാര പുരുഷന് താരതമ്യേന അജ്ഞാനിയായ ഒരു ഗുരുവിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യം വരുമോ? അതും ഭഗവാന്റെ ഒരു ലീല തന്നെ ആയിരിക്കണം. ആ മഹാസൂത്രധാരന് മാത്രമേ ആരെയും രക്ഷിക്കേണ്ടത്, ഏത് രീതിയിലാണ് അങ്ങനെ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയൂ. സന്ദീപിനിയെ ജനന മരണ സംസാര ചക്രത്തിൽ നിന്നും വിടുവിക്കുവാൻ ആ ദിവ്യബാലൻ ആ ദിവ്യ നാടകം അഭിനയിച്ചതായിരിക്കണം. ഭഗവാനുമായി ുള്ള ബന്ധമാണല്ലോ അദ്ദേഹത്തിന് മോക്ഷപ്രദാനം ചെയ്തത്. സന്ദീപനി മുനിയെ കേന്ദ്രമാക്കിയുള്ള ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ആ ഭാഗം ഞാനൊന്നു കേൾക്കട്ടെ. അത് കേട്ടാലേ എനിക്ക് രക്ഷ കിട്ടൂ. ശുഗൻ പറഞ്ഞു, രാജൻ, നിങ്ങൾ പ്രസ്താവിച്ചതാണ് നിസ്തർക്കമായ വാസ്തവം. അതെ, എല്ലാം ഭഗവാൻ കളി തന്നെ. കൃഷ്ണൻ പ്രപഞ്ചത്തെ തൻ്റെ നാടകം അവതരിപ്പിക്കുന്നതിനുള്ള വേദിയാക്കുന്നു. മനുഷ്യർ നടീനടന്മാർ. അവരെയും മോചിപ്പിക്കുന്നതിന് ഓരോരുത്തർക്കും കഥാഭാഗങ്ങൾ വീതിച്ചു കൊടുക്കുന്നു. സന്ദീപനിയുടെ മോക്ഷപ്രാപ്തിക്ക് കാലമായി. അതിനാൽ അയാൾക്ക് ഗുരുനാഥൻ്റെ ഭാഗം അഭിനയിക്കുവാൻ അവസരം നൽകി. ആ രീതിയിൽ അനുഗ്രഹിച്ചു. കേൾക്കൂ, ആ ദിവ്യ നാടകം പറഞ്ഞു തരാം. രാമകൃഷ്ണന്മാർ ഉദയസൂര്യനെ പോലെ വർദ്ധിച്ചു വരുന്ന തേജസ്സോടെ വളർന്നു വന്നു. നന്ദഗോപനും യശോദയും അവരുടെ ഭാവിയെപ്പറ്റി ചിന്ത തുടങ്ങി. അവരുടെ സ്ഥിതിക്ക് യോജിച്ച കലകൾ, ഭൗതികജ്ഞാനം, കരകൗശലങ്ങൾ ഇവ പഠിപ്പിക്കുവാൻ പദ്ധതി ആസൂത്രണം ചെയ്തു. അവരുടെ കുടുംബ പുരോഹിതനായ ഗർഗമുനിയുടെ ഉപദേശം തേടി വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ ഒരു മുഹൂർത്തം, നല്ല ദിവസം ഇവ നിശ്ചയിച്ചു. ഉപനയന പുണ്യകർമ്മം വളരെ ഗാംഭീര്യത്തോടും ആർഭാടത്തോടും കൂടി നടത്തി. ശാസ്ത്രവിധി പ്രകാരമുള്ള ദാനധർമ്മങ്ങൾ ചെയ്തു. ഗോകുല നിവാസികളെ നാടൻ കലാപ്രകടനങ്ങൾ കൊണ്ട് സന്തുഷ്ടരാക്കി. പിന്നെ രക്ഷിതാക്കൾ ആചാര്യന്മാരെയും ഗർഗമുനിയെയും അരികെ വിളിച്ചു. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ യോഗ്യനായ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുവാനായി കൂടിയാലോചന നടത്തി. അപ്പോൾ കുടുംബ പുരോഹിതനായ ഗർഗൻ അല്പസമയം ചിന്തിച്ച ശേഷം യോഗ്യനായ ആചാര്യൻ പാവന ഗംഗാതീരത്ത് അവന്തിയിൽ പാർക്കുന്ന സന്ദീപനിയാണെന്നും ബാലകന്മാരെ അങ്ങോട്ടയക്കുകയാണ് നല്ലതെന്നും പ്രസ്താവിച്ചു. സന്ദീപനി വിശുദ്ധാത്മാവാണെന്ന് ഗർഗൻ അഭിപ്രായപ്പെട്ടു. എന്നാൽ കുട്ടികളെ അത്ര ദൂരത്തേക്ക് അയക്കുവാൻ മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായില്ല. പക്ഷേ ഒരു ഗുരുവില്ലാത്ത പഠനം അന്ധമായ പഠനമാണെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ താതമാതാക്കൾ ബലരാമനെയും കൃഷ്ണനെയും കൂടെ കൂട്ടി കാശിയിലേക്ക് പോയി. ബാലന്മാരെ ആചാര്യവര്യൻ്റെ ഹസ്തങ്ങളിൽ ഏൽപ്പിച്ച് അവരുടെ താമസത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഭാരിച്ച ഹൃദയവുമായി അവർ മടങ്ങി. ആ ദിവസം മുതൽ ബലരാമനും കൃഷ്ണനും സാന്ദീപനി ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു. അവർ സാന്ദീപനിക്ക് സമർപ്പിച്ചത് ഭയവും ബഹുമാനവും ആയിരുന്നു. പഠനം
നടത്തുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളിൽ അധ്യാപകന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന വിദ്യാർത്ഥികൾ വിരളമാണ്. ഗുരുവിന് സംതൃപ്തി ഉളവാക്കുക, പഠിപ്പിച്ചതെല്ലാം നല്ലതുപോലെ പഠിക്കുക, ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പിന്നാലെ പാഞ്ഞു ചെല്ലാതെ ഒഴിഞ്ഞു മാറുക, പഠനമാണ് മുഖ്യ കർത്തവ്യം എന്ന പുണ്യബോധത്തോടുകൂടി ജ്ഞാന സമ്പാദന മാർഗത്തിലൂടെ സഞ്ചരിക്കുക, ഇതൊക്കെയാണ് ഒരു വിദ്യാർത്ഥിയുടെ കർത്തവ്യം. ബലരാമനും ശ്രീകൃഷ്ണനും ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധ പതിപ്പിച്ചു. അവർ ഗുരുനാഥൻ്റെ പ്രഭാഷണത്തെ ഒരിക്കലും തടസ്സപ്പെടുത്തിയില്ല. അദ്ദേഹം ആജ്ഞാപിച്ചതിനെ ഒരിക്കലും അവഗണിച്ചില്ല. നിർദ്ദേശങ്ങളെല്ലാം അവർ സ്വീകരിച്ചു. ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും പരമാധികാരികളായിരുന്നു എങ്കിലും അവർ അനുസരണശീലം, ആദരവ് ഇവ ജാഗ്രതയോടെ പരിപാലിച്ചു. അവരുടെ ഭക്തിയും ആത്മാർത്ഥതയും പരിപൂർണമായിരുന്നു. പഠനത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുവാൻ അവർ ഒന്നിനെയും അനുവദിച്ചിരുന്നില്ല. അവരുടെ അച്ചടക്കവും ഉത്സാഹവും കണ്ട് സാന്ദീപനിയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം അവരെ ചതുർവേദ നിധികളാക്കി. വേദാന്തം, തർക്കശാസ്ത്രം, വ്യാകരണം, നിയമസംഹിത, ധനശാസ്ത്രം ഇവയിലൊക്കെ പരംഗതരാക്കി. 5 വർഷം കൊണ്ടോ 1 വർഷം കൊണ്ടോ ചിലപ്പോൾ 1 മാസം കൊണ്ടോ ഒരു വിഷയത്തെ അതിസമർത്ഥമായി പഠിക്കുവാൻ കഴിയുന്നത്ര കുശാഗ്ര ബുദ്ധികളെ ലോകത്തിൽ കണ്ടേക്കാം. പക്ഷേ ബലരാമനും ശ്രീകൃഷ്ണനും സാന്ദീപനിയുടെ ആശ്രമത്തിൽ 64 ദിവസം മാത്രമേ ശിക്ഷണം നടത്തിയിട്ടുള്ളൂ. ആ ഹ്രസ്വകാലത്തിൽ 64 കലാവിദ്യകളും ഭൗതിക ആത്മീയ ശാസ്ത്രങ്ങളും അവർ സ്വായത്തമാക്കി. അങ്ങനെ അവർ പഠനമെന്ന നാടകഭാഗം അഭിനയിച്ചു. അവർക്കത് വെറും കളി മാത്രമായിരുന്നു. ആ ദിവ്യ നാടകലീലയെ മറ്റെങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? സാമാന്യ മനുഷ്യർക്ക് ഇത്ര വേഗത്തിൽ പഠിക്കാൻ കഴിയുമോ? ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേദശാസ്ത്രാദികളിലും കലാവിദ്യകളിലും പരംഗതരാകുമോ? ശിഷ്യരുടെ ഗുരുഭക്തിയും വിനയവും കണ്ട് കരകവിഞ്ഞ ആനന്ദം അനുഭവപ്പെടുമ്പോഴും അവരുടെ ഗുരുവന്ദനവും സേവനവും സ്വീകരിക്കുമ്പോഴും അവരുമായി ആനന്ദദായകമായ സംഭാഷണം നടത്തുമ്പോഴും തൻ്റെ അന്തരംഗത്തിൽ പൊങ്ങിവരുന്ന വ്യസനത്തെ മറച്ചുവയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന് കഴിയാതെ സാന്ദീപനി മഹർഷി അശ്രുവാർക്കാറുണ്ടായിരുന്നു. ബലരാമകൃഷ്ണന്മാർ അത് ശ്രദ്ധിച്ചുവെങ്കിലും ഇതേപ്പറ്റി ചോദിക്കുവാൻ മടിച്ചിരുന്നു. ഒടുവിൽ ശ്രീകൃഷ്ണൻ മുകുളപാണിയായി ഗുരുവിനോട് ചോദിച്ചു, ഞങ്ങൾ അങ്ങയോട് സംഭാഷണം നടത്തുമ്പോൾ അങ്ങയുടെ കണ്ണുകൾ അശ്രുകണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ചിലപ്പോഴെങ്കിലും കണ്ടിരിക്കുന്നു. ആ ദുഃഖത്തിന് കാരണം പറഞ്ഞു തരുന്നത് അനുചിതമല്ല എങ്കിൽ മടി കൂടാതെ പറയുവാൻ അപേക്ഷിക്കുന്നു. ഇത് കേട്ട വഴിയെ സാന്ദീപനിയുടെ അന്തരംഗത്തിൽ ഭഗീരഥ പ്രയത്നം ചെയ്തടക്കിയ ദുഃഖം അണ പൊട്ടിയൊഴുകി. സങ്കടം സഹിക്കവയ്യാതെ ആചാര്യൻ കൃഷ്ണനെ ഇരുകൈകളിലും കെട്ടിപ്പിടിച്ച് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. കൃഷ്ണന് സംഗതി എല്ലാം അറിയാമായിരുന്നെങ്കിലും അറിയില്ല എന്ന് നടിച്ചു എന്നു മാത്രം. ഗുരു, ഈ കഠിനവ്യതയ്ക്ക് കാരണം എന്താണ്? ഞങ്ങളുടെ ശക്തിയും സാമർഥ്യവും ഉപയോഗിച്ച് അത് തുടച്ചു നീക്കുവാൻ ശ്രമിക്കാം. ആചാര്യൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന വ്യസനം നീക്കി ആനന്ദം നിറയ്ക്കുന്നതിനേക്കാളും പുണ്യപ്രദവും മുഖ്യവുമായ കാര്യം മറ്റൊന്നില്ല. ശ്രീകൃഷ്ണൻ ഇങ്ങനെ നിർബന്ധ ബുദ്ധിയോടെ അപേക്ഷിച്ചപ്പോൾ സാന്ദീപനിക്ക് വലിയ ആശ്വാസം തോന്നി. അദ്ദേഹം ബാലന്മാരെ അരികിൽ വിളിച്ചിരുത്തി തൻ്റെ കഥന പറഞ്ഞു. മക്കളെ, നിങ്ങളെ എനിക്ക് ശിഷ്യരായി കിട്ടിയത് നിശ്ചയമായും എൻ്റെ ഭാഗ്യമാണ്. നിങ്ങൾ സാമാന്യ ബാലരല്ല എന്ന് എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു. ഞാൻ പറയുന്ന കാര്യം ചെയ്യുവാൻ സാധ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ചിലപ്പോൾ സംശയങ്ങൾ വന്ന് വലയ്ക്കുന്നുണ്ട്. എൻ്റെ ഭാഗധേയം എന്താണാവും? ഇത്രയും പറഞ്ഞ ആചാര്യൻ നിർത്തി കണ്ണീരൊഴുക്കുക മാത്രം ചെയ്തു. ഇത് കണ്ട ബലരാമൻ കാൽക്കൽ വീണു പറഞ്ഞു, ഗുരു, ഞങ്ങളെപ്പറ്റി സംശയിക്കുന്നത് എന്തിനാ? ഞങ്ങളെ വിശ്വസിക്കാതിരിക്കുകയോ? ഞങ്ങൾ അങ്ങയുടെ മക്കളെപ്പോലെയാണ്. അങ്ങയ്ക്ക് സന്തോഷം നൽകുവാൻ ഞങ്ങൾ പ്രാണൻ കൂടി ത്യജിക്കുവാൻ തയ്യാറാണ്. കുട്ടികളുടെ ആത്മാർത്ഥതയും നിശ്ചയദാർഢ്യവും കണ്ട് ആചാര്യന് ഒരുതരം ലജ്ജ തോന്നി. താൻ ഈ വസ്തുക്കൾ അവരിൽ നിന്നും മറച്ചു വച്ചത് ഓർത്ത് പശ്ചാത്തപിച്ചു. കുട്ടികളെ, ദീർഘകാലത്തെ വിവാഹ ജീവിതത്തിന് ശേഷം എനിക്കൊരു ശിശു ഉണ്ടായി. പ്രേമത്തോടും ശ്രദ്ധയോടും കൂടി സ്വന്തം ജീവനെ സംരക്ഷിക്കുന്നത് പോലെ ഞാൻ അവനെ വളർത്തി. ഒരു ദിവസം അവൻ കടലിലുള്ള പ്രഭാസ ക്ഷേത്രത്തിലേക്ക് പോയി.
കടൽ തിരകളിൽ മുങ്ങിയപ്പോൾ വെള്ളത്തിലാണ്ട് മരിച്ചുപോയി. നിങ്ങൾ രണ്ടുപേരെയും കണ്ടപ്പോൾ എനിക്ക് ആശ്വാസവും ആനന്ദവും കിട്ടിയിരുന്നു. നിങ്ങളുടെ വിനയവും അച്ചടക്കബോധവും എന്നെ സന്തോഷിപ്പിച്ചു. ഞാനന്നു പറ്റിയ നഷ്ടത്തെ ഏതാണ്ട് വിസ്മരിച്ചു. പഠിക്കേണ്ടത് മുഴുവൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്നരികിൽ അധികകാലം പാർക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ വേർപാടിന് ശേഷം ഞാൻ ആരെ നോക്കും, സ്നേഹിക്കും? ആശ്വാസം ലഭിക്കാതെ അദ്ദേഹം വിങ്ങിക്കരഞ്ഞു. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് ബലവാനായി നിവർന്നു നിന്നു. ഗുരുസത്തമാം, താങ്കൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അതിപ്രധാനമായ സകല ശാസ്ത്രങ്ങൾക്കും കലകൾക്കും കൃതജ്ഞത സമർപ്പിക്കണമല്ലോ. അത് ഞങ്ങളുടെ ധർമ്മമല്ലേ? ഞങ്ങൾ നേരെ ചെന്ന് അങ്ങയുടെ പുത്രനെ ഗ്രസിച്ച കടലിനോട് പടവെട്ടി അവനെ വീണ്ടെടുക്കും. ഞങ്ങൾ അവനെ കൊണ്ടുവന്ന് തന്ന അങ്ങയെ സന്തോഷിപ്പിക്കും. ഞങ്ങളത് ആചാര്യന് സമർപ്പിക്കുന്ന ഗുരുദക്ഷിണയായിരിക്കും. ഞങ്ങളുടെ യാത്രോദ്യമനത്തിന് അനുമതി തന്നാലും ഞങ്ങളെ ആശീർവദിച്ചാലും. അവർ ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണു. ഈ ബാലന്മാർ സാധാരണക്കാരല്ല എന്ന് സന്ദീപനിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അവർ വിജയം കൈവരിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം അവരെ ആലിംഗനം ചെയ്തു. തലമുടിയിൽ പ്രേമപൂർവ്വം തലോടി അവരെ അനുഗ്രഹിച്ചു. രാജാവ് പറഞ്ഞു, പ്രഭു, എൻ്റെ പിതാമഹന്മാർ ഇത്ര ഭാഗ്യവാന്മാരായിരുന്നു. അവർക്കിത് കാണാൻ സാധിച്ചുവല്ലോ. ദിവ്യനും സർവാന്തര്യാമിയുമായ കൃഷ്ണൻ കേവലം മനുഷ്യനെ പോലെ അഭിനയിക്കുകയായിരുന്നു. രാജാവേ, ആചാര്യൻ അനുവാദം, അനുഗ്രഹവും ആശസ്സുകളും സ്വീകരിച്ച ബലരാമകൃഷ്ണന്മാർ നേരെ കടപ്പുറത്തേക്ക് ചെന്നു. അവിടെ നിന്ന് ഗംഭീരസ്വരത്തിൽ ആജ്ഞാപിച്ചു, സാഗരമേ, ഞങ്ങളുടെ ഗുരുപുത്രനെ തിരികെ തരിക. ഉടനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ തരാനുദ്ദേശിക്കുന്ന ശിക്ഷ അനുഭവിക്കാൻ ഒരുങ്ങിക്കൊള്ളൂ. കൽപ്പന കേട്ടു കിടുകിട വിറച്ച സമുദ്രം രാമകൃഷ്ണന്മാരുടെ കാലു പിടിച്ചു പറഞ്ഞു, മാപ്പ് തരിക, കുറ്റം ഞാൻ ചെയ്തതല്ല. നിങ്ങൾ പറയുന്ന ബാലൻ സ്നാനം ചെയ്യുമ്പോൾ വിധി അവനെ ഒരു ചുഴിയിലേക്ക് വലിച്ചു താഴ്ത്തി അഗാധതയിലേക്ക് കൊണ്ടുപോയി. അവിടെ പാർത്തിരുന്ന പഞ്ചരാക്ഷസന്മാർ അവനെ വിഴുങ്ങി വയറ്റിലാക്കി. സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. സമുദ്രം ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ തലയാട്ടി. ശരി, താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. അനന്തരം കൃഷ്ണൻ സമുദ്രത്തിൽ മുങ്ങി പഞ്ചജന്റെ വാസസ്ഥലത്തെത്തി അവനോട് ഘോര യുദ്ധം ചെയ്തു. അവനെ മരിക്കുന്നതിന് മുമ്പേ കുഞ്ഞിന് മരിക്കുന്നതിന് മുമ്പേ കുഞ്ഞിന് യമനു നൽകി. അതുകൊണ്ട് അവൻ്റെ വായ് പിളർന്ന് നോക്കിയപ്പോൾ ബാലനെ അവിടെ കണ്ടില്ല. രാക്ഷസൻ്റെ വയറ്റിൽ പലയിടത്തും തിരയുമ്പോൾ അതിൽ നിന്നും ഒരു വലിയ ശംഖ് കിട്ടി. അതിനെ ഭദ്രമായി എടുത്ത് കൃഷ്ണൻ സമുദ്രജലോപരി വന്നു. യമപുരിയുടെ കവാടത്തിലെത്തി. കവാടമുഖത്ത് നിലയുറപ്പിച്ച കൃഷ്ണൻ പാഞ്ചജന്യത്തെ എന്ന ശംഖ് ഊതി നാദം പുറപ്പെടുവിച്ചു. ഇടിമുഴക്കം പോലുള്ള ശബ്ദം. ഭയപ്പെട്ട് വിറച്ച് യമൻ വാതിലിലേക്ക് ഓടി വന്നു. ആ ദേവൻ രാമകൃഷ്ണന്മാർ നിൽക്കുന്നത് കണ്ട് വിനയത്തോടെ അവരുടെ ആഗമന കാരണം ചോദിച്ചു. ഭ്രാതാക്കൾ യമനോട് തങ്ങളുടെ ആചാര്യൻ്റെ പുത്രനെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ കൽപ്പിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഗുരുപുത്രൻ രാമകൃഷ്ണന്മാരുടെ ഹസ്തത്തിലെത്തി. അവർ ഉടനെ ബാലനെ സന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുചെന്ന് ഗുരുസമക്ഷം നിർത്തി. ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. ഇതാണ് ഞങ്ങളുടെ ഗുരുദക്ഷിണ. ഈ കർമ്മത്തെ അതൊന്ന് സങ്കല്പിച്ച് സ്വീകരിച്ചാലും എന്ന് കൃഷ്ണൻ അഭ്യർത്ഥിച്ചു. മാതാക്കളുടെ ആനന്ദം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഇത്തരം ദിവ്യ സംഭവങ്ങളെപ്പറ്റി മൃതിയടഞ്ഞ ഗുരുപുത്രനെ യമലോകത്ത് നിന്ന് തിരികെ കൊണ്ടുവരിക മുതലായ ചമൽക്കാരങ്ങൾ ചിന്തിക്കുമ്പോൾ ആരും തന്നെ ആ ബാലന്മാർ കേവലം മനുഷ്യരാണെന്നും ദിവ്യരല്ലെന്നും കരുതുകയില്ല. സന്ദീപനിയുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ? അദ്ദേഹത്തിന് അവർ സന്താനയുഗ്മങ്ങളായ നരനാരായണന്മാരാണെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന് വർണ്ണിക്കാനാവാത്ത ആനന്ദമാണ് ഉണ്ടായത്. എനിക്ക് ശിഷ്യന്മാരായി ഈ ബാലന്മാരെ ലഭിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചുവല്ലോ. എനിക്ക് അവരുടെ ആചാര്യസ്ഥാനം ലഭിച്ചുവല്ലോ. ഞാൻ ധന്യൻ തന്നെ. അദ്ദേഹം അശ്രുധാര ചൊരിഞ്ഞ് മനസ്സ അവർക്ക് ദീർഘദണ്ഡ് നമസ്കാരം ചെയ്തു. അവരെ ആലിംഗനം ചെയ്തു. അവർക്ക് ആശ്രമം വിട്ട് തിരികെ പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഗുരുവിനോടും ധർമ്മപത്നിയോടും യാത്ര പറഞ്ഞ് രാമകൃഷ്ണന്മാർ അവരുടെ രഥത്തിലേറി സഞ്ചരിച്ച് മധുരാപുരിയിലെത്തി. നഗരവാസികൾ ഈ ബാലന്മാരേത്
ബാലന്മാർ ഏത് രീതിയിൽ ഗുരുതൃഷ്ണ ചെയ്തു കൃതജ്ഞതയർപ്പിച്ചു എന്ന വിവരം അറിഞ്ഞു. അവരുടെ ദിവ്യ കാരുണ്യത്തെയും വീര്യപരാക്രമങ്ങളെയും പ്രശംസിച്ചു. ബാലന്മാർ വീണ്ടും അവരുടെ ഇടയിൽ എത്തിയതിൽ അവർ അതീവ സന്തോഷിച്ചു. വീണ്ടും തങ്ങളുടെ കൂടെ പാർക്കുമല്ലോ എന്നോർത്ത് സന്തുഷ്ടരായി. അല്ലയോ രാജാവേ, ഗോപാലകൃഷ്ണൻ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്ര പ്രചോദകമായ മാതൃകയാണ് കാണിച്ചത് എന്ന് ചിന്തിച്ചാലും ആത്മാർത്ഥത, സൽസ്വഭാവം ഇവ പ്രായം ചെന്നവരുടെ സന്തോഷത്തിന് നിദാനമായി. ഇവയിലെ ദിവ്യത്വം മനസ്സിലാക്കുവാൻ കഴിയാത്തവരാണ് അവ നിസ്സാരങ്ങളെന്ന് നനയ്ക്കുക. കൃഷ്ണൻ ഏത് സാമാന്യ പ്രവൃത്തിക്കും അഗാധമായ അർത്ഥം ഉണ്ടായിരുന്നു. മത്സ്യത്തിനെ നീന്തൽ പഠിപ്പിക്കാം എന്ന് തറപ്പിച്ചു പറയുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അതുപോലെ ഈശ്വരനെ പഠിപ്പിക്കാൻ ആർക്കാണ് കഴിയുക? എല്ലാ വിദ്യകളും അവനിൽ നിന്ന് ഉത്ഭവിക്കുന്നതും അവൻ്റെ കരുണയിൽ ലഭിക്കുന്നതുമാണ്. എങ്കിലും അവൻ ഒരു ശിഷ്യൻ്റെ ഭാഗം മാതൃകാപരമായി അഭിനയിച്ച് ഒരു ഗുരുവിനെ എപ്രകാരം സ്വീകരിച്ച് സേവിക്കണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. വിദ്യ കൊണ്ടുണ്ടാകേണ്ട ഗുണം വിനയമാണെന്നും ഗുരുവിനോട് ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട കൃതജ്ഞതയും ബഹുമാനവും എപ്രകാരമാണെന്നും കാണിച്ചു കൊടുത്തു. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശവും പ്രചോദനവും നൽകുന്നതിനായിട്ടാണ് ഭഗവാൻ സ്വയം ഒരു മാതൃകാ ശിഷ്യനായി വിദ്യ അഭ്യസിച്ച് കാണിച്ചത്. ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ ലീലയും സംബന്ധിച്ച രഹസ്യം എത്ര ദുർഗ്രാഹ്യങ്ങളാണ് എന്ന് ചിന്തിച്ചാലും ശ്രീശുകൻ ഇതൊക്കെ വിസ്തരിച്ചു പറയുമ്പോൾ കണ്ണീർ ധാരധാരയായി ഒഴുകിയിരുന്നു. സായിറാം.